എന്താണമ്മ? പിന്നെ അവളിങ്ങനെ കാണിക്കണോണ്ടാ എനിക്ക് ഒന്നും കൂടി ജീവിക്കാനുള്ള കൊതി തോന്നണം. മേടിച്ചു തരാട്ടാ. ഇപ്പോൾ ഇങ്ങനെ അവൾക്ക് ആവശ്യമുള്ള എല്ലാം ഇങ്ങനെ മുത്തം കൊടുത്തിട്ട് പറയും. ഞാൻ അപ്പം തന്നെ ചെയ്ത് കൊടുക്കുക, മേടിച്ചു കൊടുക്കുക, എല്ലാം ചെയ്യും. ഷോപ്പിങ്ങാണ്. അവളെ കുളിപ്പിക്കണം, ഡ്രസ്സ് അലക്കി കൊടുക്കണം, വീട്ടിലെ പണിയെല്ലാം ചെയ്യണം, മുറ്റമടിച്ച് വിളക്കെത്തിക്കണം. വേറെ എനിക്കായിട്ട് ഒരു ആഗ്രഹവുമില്ല. മകള് എവിടെയെങ്കിലും എത്തേണ്ട വരെ ഇങ്ങനെ കൊണ്ടു നടക്കണം. എങ്ങനെയും ആയുസ് നീട്ടിയെടുക്കണം, അത്രേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇല്ല, മദ്യമില്ല, പുകവലിയില്ല, ഒന്നുമില്ല. മകൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു അല്ലേ? മകളുള്ളതുകൊണ്ട് എനിക്ക് എന്തോ ചെറുപ്പമായതുപോലെ തോന്നലും മുന്നോട്ട് പോകാനുള്ള ആരോഗ്യമുണ്ട്. അവളുള്ള കാലം വരെ ഇങ്ങനെ ജീവിച്ചു പോകും. ലോട്ടറി കച്ചവടക്കാരനായ രാധാകൃഷ്ണന് അറിയില്ല തൻ്റെ കാലശേഷം ശരീരത്തിനും മനസ്സിനും ബുദ്ധിമാന്യം സംഭവിച്ച ഈ മകളെ ആര് നോക്കുമെന്ന്. ഡ്രൈവറായിരുന്ന രാധാകൃഷ്ണൻ മകളുടെ സംരക്ഷണത്തിനായാണ് ജോലി രാജിവെച്ച് ലോട്ടറി കച്ചവടം ആരംഭിച്ചത്. രാവിലെ മുതൽ പറവൂർ KMK ജംഗ്ഷനിൽ ലോട്ടറി കച്ചവടം ആരംഭിക്കുന്ന അച്ഛനും മകളും ഉച്ചയ്ക്ക് ലോട്ടറിയെല്ലാം വിറ്റ് വണ്ടിയിൽ കയറി വരാപ്പുഴയിലെ വീട്ടിലേക്ക് മടങ്ങും. ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത അച്ഛൻ്റെയും ബുദ്ധിമാന്യം സംഭവിച്ച മകൾ ഈശ്വരിയുടെയും ജീവിത വഴികളിലൂടെയാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പിൻ്റെ സഞ്ചാരം. എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിൽ സ്വാഗതം. നിർഭാഗ്യങ്ങളുടെ പെരുവഴിയിൽ ഭാഗ്യം വിൽക്കുന്ന അച്ഛനും മകളും. എന്താ പറയണ? അടുത്ത മാസം ഷഷ്ടി പൂർത്തിയാവുന്ന രാധാകൃഷ്ണന് ജീവിതത്തിൽ ഒരു മോഹങ്ങളുമില്ല, ഒരാഗ്രഹമൊഴിച്ച്. തിരിച്ചറിവില്ലാത്ത തൻ്റെ മകൾ ഈശ്വരിയെ മരിക്കുന്നതിന് മുൻപ് ഭദ്രമായി എവിടെയെങ്കിലും ഒരിടത്ത് സുരക്ഷിതമായി ഏൽപ്പിക്കണം. അതല്ലെങ്കിൽ തൻ്റെ കാലശേഷം ബുദ്ധിമാന്യം സംഭവിച്ച മകൾക്ക് ആരാണുണ്ടാവുക? 25 വയസ്സുള്ള തിരിച്ചറിവില്ലാത്ത ഒരു മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പിതാവിൻ്റെ തേങ്ങലാണിത്. എറണാകുളം ജില്ലയിലെ പറവൂരിൽ പൊട്ടൻ തെരുവ് എന്നറിയപ്പെടുന്ന KMK ജംഗ്ഷനിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ മകളുമായി ലോട്ടറി വിൽക്കുന്ന രാധാകൃഷ്ണൻ അറിയില്ല നാളെ എന്താകുമെന്ന്. 50 രൂപയുടെ 25 ടിക്കറ്റ് എടുക്കും, 30 രൂപയുടെ 35 ടിക്കറ്റ് എടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന 210 രൂപ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോകും, അല്ലല്ലില്ലാതെ. എന്നാലും എൻ്റെ കാലശേഷം എന്ത് സംഭവിക്കും എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. മകളുള്ളതുകൊണ്ടൊന്നും അറിയണില്ല, അങ്ങനെ മുന്നോട്ട് പോകണം. അത്രേ ഉള്ളൂ. വീട്ടിലൊന്നും ഉണ്ടാവില്ല. വീട്ടു സാധനം എല്ലാം ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും പ്രൈസ് കിട്ടണ പണി ഉണ്ടാവും. പിന്നെ ഉള്ളവർ അറിഞ്ഞുകൊണ്ട് മകൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും തരും. അതെല്ലാം കൊണ്ട് വീട്ടു സാധനം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ട് വൈകുന്നേരം വന്നാൽ അത് ഉപയോഗിക്കും. ഉച്ചക്കത്തെ ഭക്ഷണം വെച്ച് ബുധനാഴ്ച ഭക്ഷണം വരും, ഈ അനാഥ മന്ദിരത്തിൽ നിന്ന് ഭക്ഷണം വരും. അതുപോലെ വെള്ളിയാഴ്ച ദിവസവും വരും. മറ്റുള്ള ദിവസം വൈകുന്നേരം ചായ കുടിക്കും, രാത്രി ഊണും കഴിക്കും.
വരാപ്പുഴ, ആലുവ, ഫോർട്ട് കൊച്ചി, തേവര റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളിലെ നല്ലൊരു ഡ്രൈവറായിരുന്നു രാധാകൃഷ്ണൻ. ചെട്ടി രാധാകൃഷ്ണൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ഓട്ടത്തിനിടയിൽ 26-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഭാര്യ ശ്യാമള. 10 വർഷത്തിനു ശേഷമാണ് ഇവർക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നത്. ജനിച്ചു വീണപ്പോൾ തന്നെ കുട്ടിക്ക് ബുദ്ധിവൈകല്യമുണ്ടായിരുന്നു. ഈശ്വരിക്ക് 4 വയസ്സായപ്പോൾ ഭാര്യ ശ്യാമള എലിപ്പനി മൂലം മരിച്ചു. അതോടെ ജീവിതം അനാഥമായി. അന്നു മുതൽ മകൾക്ക് വേണ്ടി രാധാകൃഷ്ണൻ ജീവിതം ആരംഭിച്ചു. അങ്ങന്മാർ മൂത്തവള് ക്യാൻസർ രോഗിയാണ്, രണ്ടാമത്തവള് കിഡ്നി ട്രബിളായിട്ട് ഓർമ്മശക്തിയില്ല, മൂന്നാമത്തവള് മൊത്തത്തിൽ അസുഖമാണ്. അവൾക്കില്ലാത്ത അസുഖമൊന്നുമില്ല. എല്ലാവരും മാറി മാറി താമസിക്കണം, ആർക്കും ഒന്ന് സഹായിക്കാനുള്ള അസുഖമില്ല. അനിയനാണെങ്കിൽ മരിച്ചിട്ട് 1 മാസമായിട്ട്. ജനിക്കുമ്പോൾ ഇവളെങ്ങനെയാണ്, തലച്ചോറിന് വളർച്ചയില്ല, ശരീരം പെട്ടെന്ന് വളർന്നുകൊണ്ട് തലച്ചോറ് വളരാൻ താമസിച്ചു പോയി. മരുന്നൊന്നുമില്ല ഇതിന്. ഇതിനിടയിൽ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ വന്നു കയറി. ജീവിത സഖിയായല്ല, വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ. 2 മക്കളുമായി തെരുവിൽ അനാഥമായി നടന്ന ആ സ്ത്രീയെ രാധാകൃഷ്ണൻ തന്നെയാണ് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മനസ്സിൽ മറ്റൊന്നുമായിരുന്നില്ല ആഗ്രഹം. ഒരു സ്ത്രീയാവുമ്പോൾ മകളെ നന്നായി നോക്കുമല്ലോ. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇവിടെ വാടക വീട് അന്വേഷിച്ചു വന്നതാണ്. അതിപ്പോൾ ജോലിക്കാരത്തിയായി, ലാസ്റ്റ് വീട്ടുകാരത്തിയായി. മക്കളെ പേര് ചേർക്കാൻ വേണ്ടി ഭാര്യയെന്നും വളർത്തുമക്കളാണെന്നും പറഞ്ഞ് ചേർത്തിട്ടാണ് പിള്ളേരെ പഠിപ്പിക്കാൻ വിട്ടത്. ഡെയിലി 700 രൂപ കൊടുത്താലേ അവൾ സ്നേഹത്തോട് പെരുമാറുള്ളൂ. കാശ് കുറഞ്ഞാൽ സമ്മതിക്കൂല. പെൻഷനുണ്ട് മകളുടെ. ആ പെൻഷനെല്ലാം അപേക്ഷിച്ചത് അവളാണ്, വാടകക്കാരത്തിയാണ്. അതുകൊണ്ട് കൊച്ചിനെ നോക്കണ കാശ് മുതിർന്നവർക്ക് കാരണന്മാർക്ക് കാശുണ്ട്, അത് അവളെ എഴുതി മേടിക്കണം. എനിക്ക് അത് കിട്ടാറില്ല. വിശ്വസിച്ചേൽപ്പിച്ച മകൾ ഈശ്വരിയെ ആ സ്ത്രീ നശിപ്പിച്ചു. ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന സമയത്ത് ഇടയ്ക്ക് മാത്രം വീട്ടിൽ വന്നു പോകും. പൈസയെല്ലാം ആ സ്ത്രീയെ രാധാകൃഷ്ണൻ ഏൽപ്പിച്ചിരുന്നു. പിന്നീടാണ് ചതി മനസ്സിലായത്. വഴിവിട്ട് ജീവിച്ചിരുന്ന ആ സ്ത്രീ തിരിച്ചറിവില്ലാത്ത തന്റെ മകൾ ഈശ്വരിയെയും കൂട്ടിയിരുന്നു. കുഞ്ഞിന്റെ ശരീരം മുഴുവൻ സിഗരറ്റ് കൊണ്ട് കുത്തിയ പാടുകൾ പിന്നീടാണ് ഈ അച്ഛന് കാണാനായത്. ഉപദ്രവിച്ചിട്ടുണ്ടാന്ന് വെച്ചാൽ മേലിൽ നിറച്ച് സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച് വെച്ചിരിക്കണേ. എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. ഞാൻ രാവിലെ 4 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 10 മണിക്കാണ് വീട്ടിൽ വന്നത്. ആ സമയത്ത് എന്തെല്ലാം സംഭവിച്ചെന്ന് ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്ക് അറിയാം, ആ കൊച്ചിനും അറിയാം. അതുകൊണ്ട് ഇവിടെ നിർത്തി പോകാൻ പേടിയായതുകൊണ്ട് ആ കൂടെ കൊണ്ടുപോകണത്. ലൈംഗിക ചുവയുള്ള ഒന്നും അവളുടെ മുമ്പിൽ ചെല്ലിയില്ല. ചെന്നാൽ അവൾ അപ്പം തലയിടിച്ച് പോയി നിലവിളിക്കും. പേടിച്ചിട്ട് ഈ പരിസരത്ത് നിന്ന് കിട്ടിയ അനുഭവം. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ഈ അച്ഛന് പ്രായപൂർത്തിയായ മകളെയും കൊണ്ട് എന്തു ചെയ്യാനാകും? ആ സ്ത്രീയെയും കുട്ടികളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. പിന്നീട് മകൾക്ക് വേണ്ടിയായി ജീവിതം. അങ്ങനെ ഡ്രൈവർ ജോലി എന്നേക്കുമായി ഉപേക്ഷിച്ചു. ദിവസങ്ങൾ തള്ളി നീക്കുന്നതിനിടയിലാണ് ലോട്ടറി കച്ചവടം മനസ്സിലേക്ക് കടന്നുവന്നത്. അങ്ങനെ കാരുണ്യ ലോട്ടറിയുമായി മകളെയും കൂട്ടി പറവൂരിലേക്ക് വണ്ടി കയറി. ആയി നാളെ കുറെ കമ്പനിയൊക്കെ ഉണ്ടാവട്ടോ, സാധനങ്ങളൊക്കെ ഉണ്ട്, നാളെ കൊണ്ടുവരാം. അങ്ങനെ കാരുണ്യ എന്നും വെളുപ്പിന് 4 മണിക്ക് ഉണർന്ന് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തു തീർക്കുന്ന രാധാകൃഷ്ണൻ മകളെയും കൂട്ടി 9 മണിക്ക് പറവൂർ KMK ജംഗ്ഷനിലെത്തും. ലോട്ടറി മുഴുവൻ വിറ്റാലും കിട്ടുന്ന പൈസയിലും കൂടുതലാണ് ഈശ്വരിക്ക് ഭക്ഷണത്തിനായി വേണ്ടിവരിക. ഭക്ഷണപ്രിയയായ ഈശ്വരിക്ക് കഴിക്കാൻ ഇഷ്ട ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആകും.
ഭക്ഷണം കഴിക്കണത് സാധാരണക്കാർ ഡോക്ടർമാരും എല്ലാത്തവരും ഇവരുടെ സ്നേഹമുള്ളവർ 50 100 അടുത്ത് തരും. അത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും. ടിക്കറ്റ് കിട്ടുന്ന ആഴ്ച 210 രൂപ. അതിങ്ങനെ രാവിലെ തന്നെ പോയിട്ട് ഈ ഭക്ഷണം മേടിച്ച് കൊടുത്താലേ അനങ്ങാതിരിക്കുള്ളൂ. ഒരു 210 രൂപയുടെ സാധനം മേടിച്ച് മുമ്പിൽ വെച്ചാൽ അവൾ അനങ്ങാതിരിക്കും. അതിങ്ങനെ കുറച്ചുകൊണ്ടിരുന്ന് തീരുമ്പോൾ എനിക്ക് ആ നേരം കൊണ്ട് ടിക്കറ്റ് വെക്കാം. അപ്പോൾ ആ കാശ് അപ്പം തീർന്നേ. ടിക്കറ്റ് തീർന്നാലും തീർന്നില്ലെങ്കിൽ ഈ കാശ് കൊണ്ട് അവിടെ നിന്ന് അഡ്വാൻസായിട്ട് തീർന്നിട്ടുണ്ടാവും. അവിടെ പറവൂർ നിവാസികളെ കാരണമാണ് ഞാനിപ്പോൾ ഇത്ര നാൾ നീണ്ടു നിന്നത്. അവർ സ്നേഹമുള്ളവരോട്, കൊച്ചിനോട് സന്മനസ്സുള്ള സ്നേഹത്തോട് പെരുമാറണവരോട് അവരുടെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര ദിവസം. അതുകൊണ്ട് പറവൂർ നിവാസികളെ മറക്കാനേ പറ്റൂല. കാരണം അവർക്ക് മനസ്സാക്ഷിയുണ്ട്. പറവൂരാണ് രാധാകൃഷ്ണന് ഒരു ആശ്വാസം. തന്റെ കണ്ണൊന്ന് തെറ്റിയാലും ഈശ്വരിയെ സംരക്ഷിക്കാൻ നിരവധി പേരുണ്ട് എന്ന ആശ്വാസം. പറവൂർ പൊട്ടൻ തെരുവിലെ ഈ പെട്രോൾ പമ്പിന് മുന്നിൽ നട്ടുച്ച വെയിലത്ത് കുടയും ചൂടി ലോട്ടറി വിൽക്കുന്ന ഈ അച്ഛനെയും മകളെയും അതുവഴി കടന്നു പോകുന്നവരാരും കാണാതിരിക്കില്ല. എത്രയോ ജനപ്രതിനിധികൾ, MLA-മാർ, സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, ജീവിതത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർ, അല്ലാത്തവർ, സാധാരണ ജനങ്ങൾ അതുവഴി കടന്നു പോകുന്നു. ഒരു നോക്കും ഒരു സഹതാപവും മാത്രം ബാക്കി. പക്ഷേ കൈത്താങ്ങായി കുറച്ചു പേർ ഇവിടെയുണ്ട്, കുറച്ച് മനുഷ്യസ്നേഹികൾ. അതൊരു വൃത്തിയില്ലാണ്ട് വന്നപ്പോൾ പിന്നെ കളയാൻ പറ്റുമോ? ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ, അയാൾ ഇല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ. അച്ഛനില്ലെങ്കിലുള്ള അവസ്ഥ ആരെങ്കിലും ഏറ്റെടുക്കാനോ നോക്കാനോ വേണ്ടേ? വീട്ടിലൊറ്റയ്ക്കിട്ടൊക്കെ പോകാൻ പറ്റും. ഇത്രയും പ്രായമുള്ള വീട്ടുകാരൊക്കെ ഒറ്റയ്ക്കിട്ട് വീട്ടിലിട്ടിട്ട് പോകാൻ പറ്റും. കാരണം എപ്പോഴാണ് മനുഷ്യൻ എന്ത് സംഭവിക്കണമെന്ന് അറിയില്ല. അതൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ വലിയൊരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിലെ ഇത് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ. ഇത് ഒരുപാട് നേതാക്കന്മാരൊക്കെ ഇതിൽ കണ്ടുപോകണതാണ്. അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളിന്ന് ലോട്ടറിയൊക്കെ എടുക്കുന്ന ആൾ സഹായിക്കും. അതിനപ്പുറമൊന്നും ചെയ്ത് കണ്ടിട്ടില്ല ഇതുവരെ. അവരുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിഹീനമായ ഏരിയയാണ്. ആ ഏരിയയിൽ ആ കൊച്ചിനെ ഒറ്റക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും ആ കൊച്ചു ജീവിച്ചിരിക്കില്ല. അങ്ങനത്തെ ഒരു ഏരിയയാണ് ആ ഏരിയ. ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൽ കൂടി എത്രയോ ജനപ്രതിനിധികൾ പോകുന്നുണ്ട്. ഇവിടുത്തെ MLA പോകുന്നുണ്ട്, നഗരപിതാവ് പോകുന്നുണ്ട്, മന്ത്രിമാർ പോകുന്നുണ്ട്. എല്ലാവരും ഇത് കാണുന്നുണ്ട്. പക്ഷെ അവരുടെ വിചാരം എന്താണെന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വല്ല കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ധാരണയും. അപ്പോൾ അവരെ നേരിട്ട് കണ്ടവരെ കണ്ണുറക്കുകയാണെങ്കിൽ ഈ ഇങ്ങേരുടെ കാലം കഴിഞ്ഞ് ഈ കൊച്ചിന് ആരുണ്ട്? ഇടയ്ക്ക് അങ്ങേര് വല്ലയിടത്തേക്ക് പോകും, ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം മേടിക്കാനോ വെള്ളം എടുക്കാനോ ഒക്കെ പോകുമ്പോൾ തനിച്ചവിടെ ഇരിക്കും. അത് പുള്ളിക്കറിയാം ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമൊന്നുമല്ല, ഉറപ്പ്. ഇവർക്കെല്ലാം ആദിയാണ് രാധാകൃഷ്ണന്റെ കാലശേഷം ഈശ്വരിക്ക് ആര് എന്നുള്ളത്. അച്ഛനും അമ്മയും ബന്ധുക്കളുമെല്ലാം കാവലായുള്ള ഈ കാലത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾക്കപ്പുറത്ത് ലോകത്തിന്റെ കഴുകൻ കണ്ണുകളിൽ നിന്ന് മകളെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു പിതാവിന്റെ സഹനം. ബഹുജനം പലവിധം ഈ ചെറുപട്ടണത്തിലെ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ലൈംഗിക ചുവയുള്ള ഒരു നോട്ടം മാത്രം മതി, ഈശ്വരി തല ചുവരിലിടിക്കും. ഏറ്റവും അധികം തിരക്കുള്ള ഈ ജംഗ്ഷനിൽ മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരുന്ന ട്രാഫിക് പോലീസുകാരുടെയും ഒരു കണ്ണ്, ഒരു കരുതൽ എപ്പോഴും ഇവൾക്കുണ്ട്. നിത്യദിവസത്തിന് വേണ്ടിയിട്ട് അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് ഈ പാവം ഈ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നിരുന്ന് ആൾക്കാരെ ഓരോരുത്തർ ടിക്കറ്റ് എടുക്കുന്ന ആ കാശ് കൊണ്ട്, തുച്ഛമായ വരുമാനം കൊണ്ട് ഈ കൊച്ചിനെ പുള്ളിക്കാരൻ ഇങ്ങനെ പരിപാലിച്ച് പോവുകയാണ്. ഈ അച്ഛൻ്റെ ഒരു വിഷമവും, ഈ അച്ഛൻ മരിച്ചാൽ ഈ കുട്ടിക്ക് ആരാണ് തുണയുള്ളതെന്നുള്ള ഒരു ചിന്ത ഈ അച്ഛൻ എന്നും എന്നോട് പറയാറുണ്ട്. ലോട്ടറി വിറ്റു തീർന്നില്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന മീൻ വണ്ടിക്കാരും മറ്റും രാധാകൃഷ്ണനെ സഹായിക്കാനായെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് അതുവഴി കടന്നു പോകുന്ന മീൻകച്ചവടക്കാർ മുഴുവൻ ടിക്കറ്റും വാങ്ങും. ലോട്ടറി അടിക്കാനായല്ല, ഒരിറ്റ് കരുണ, അത്രമാത്രം.
അവസാനത്തെ മീൻവണ്ടിയും പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ലോട്ടറിയെല്ലാം വിറ്റ് അച്ഛനും മകളും 3 മണിയോടെ ബസ്സിൽ കയറി വരാപ്പുഴയിലെ വീട്ടിലെത്തും. വീട്ടിലെത്തിയാലും വിശ്രമമില്ലാത്ത രാധാകൃഷ്ണനാണ് ഈശ്വരിയുടെ അച്ഛനും അമ്മയുമെല്ലാം. ഒരച്ഛൻ്റെ പരിമിതികൾക്ക് അപ്പുറത്ത് ഒരമ്മ ചെയ്യേണ്ട എല്ലാ ജോലിയും മകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കരുതലോടെ ചെയ്യുന്ന ഈ അച്ഛൻ ഈ സമൂഹത്തിലെ അച്ഛൻ എന്ന പേരിന് കളങ്കം വരുത്തുന്നവർക്ക് ഒരു മാതൃകയാണ്. തിരിച്ചറിവില്ലാത്ത ഒരു മകൾക്കു വേണ്ടി ജീവിക്കുന്ന ഒരു പിതാവിൻ്റെ സഹനങ്ങളാണ് ഇതെല്ലാം. മാസത്തിലാണ് പണി, എന്നാലും ചെയ്തല്ലേ പറ്റൂ, അതും ചെയ്യണം. ഇപ്പോൾ കുറച്ചാളായിട്ട് 3 മാസം കൂടുമ്പോഴാണ് സംഭവിക്കണം. അതുകൊണ്ട് ശരീരത്തിൽ ഭയങ്കര മാറ്റങ്ങളുണ്ട്. അവളുടെ എല്ലാം ഞാനല്ല, അവൾക്കും അച്ഛനും നാണവും ഇല്ല എന്നുള്ളത് അശേഷമില്ല. അവൾക്ക് എൻ്റെ മുമ്പിലും എനിക്ക് അവൻ്റെ മുമ്പിലും ഒരു കുഴപ്പമില്ല അല്ലേ അവളെ. ഇത് തന്നെ പണി. ഗ്യാസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സൂത്രപ്പണിയാണ്. 5 ദിവസം ഭക്ഷണം കുറയ്ക്കുക, 5 ദിവസത്തെ കാശ് 500 രൂപ. ഒരു 150 രൂപ കടം മേടിച്ച് ടിക്കറ്റിൻ്റെ കാശും മേടിച്ച് മറിച്ചിട്ടാണ് ഗ്യാസ് എടുക്കണം. അങ്ങനെ ഗ്യാസിൻ്റെ കാര്യം കഴിയുമ്പോഴേക്കും കറണ്ട് ബില്ല് തന്നെ 500 രൂപ. 5 ദിവസം ബ്രേക്ക് ചെയ്യും, വയറ് മുറുക്കി വെച്ചിട്ട് കിട്ടുന്ന 500 രൂപ വെച്ചുകൊണ്ട് കറണ്ട് ബില്ലടക്കും. അപ്പോഴത് LIC വരും. എൻ്റെ മകളുടെ ഒരു 1021 രൂപ. അതിനുവേണ്ടി ഒരു 10 ദിവസം ഭക്ഷണം കുറക്കും. മൊത്തം 21 ദിവസം ഭക്ഷണം കുറയ്ക്കുമ്പോഴാണ് ഈ 3 കാര്യം നടക്കണം. എന്നാലും കാര്യങ്ങളും മുട്ടില്ല. അതുകൊണ്ട് അവളുടെ കാര്യത്തിന് മുട്ടൊന്നുമില്ല. എൻ്റെത് ഞാൻ മുറുക്കി കെട്ടി വെക്കണം. അവളുടെ ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. സങ്കടം ഒന്നും ഇട്ട് കാര്യമുണ്ട്, മുന്നോട്ട് പോകണ്ടേ, നമുക്ക് പിടിച്ചു പോകും. അതുകൊണ്ട് ആർക്കും എൻ്റെ കൂടെ സഹകരിക്കാൻ പറ്റൂല. വീടിന് ചുറ്റുമുള്ള ശരീരം വിറ്റു ജീവിക്കുന്നവരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും കൈകളിൽ നിന്ന് മകളെ സംരക്ഷിക്കാൻ പാടുപെടുന്ന ഒരു പിതാവ്. ജനാലകൾക്ക് വാതിലുകളില്ലാത്ത ഈ ഒറ്റമുറി വീട്ടിൽ രാത്രി ബുദ്ധിമാന്യം സംഭവിച്ച മകളെ പോലും കൊത്തിപ്പറിക്കാൻ നിരവധി പേരാണ്. രാത്രിയായാൽ അച്ഛനും മകൾക്കും ഉറക്കമില്ല. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കാരണം ജനലുകൾക്കപ്പുറത്ത് തുണികൾ കൊണ്ട് ഒരു ഷീറ്റ് തീർത്തിരിക്കുന്നു. രാത്രിയിൽ ശല്യക്കാർ ജനാലയിലൂടെ കൈയിട്ടും വടികൊണ്ടടിച്ചും ദ്രോഹിക്കുന്നു. പിന്നെ രാത്രിയിൽ മോൾ എഴുന്നേറ്റിരിക്കും ജനാലയിൽ കൂടി. ഇങ്ങനെ വൈകുന്നേരം രാത്രിയിൽ അതിൽ ജനാലയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നവരുണ്ട്. അവർ സാമൂഹ്യ വിരുദ്ധരുണ്ട്. അവർ ജനാലയിൽ കൂടി വടി കൊണ്ട് അടിച്ച് കൊച്ചിനെ എഴുന്നേൽപ്പിക്കും. ചിലപ്പോൾ അടി എനിക്കും കിട്ടും. പക്ഷേ ഇതൊന്നും ചോദിക്കാൻ ആ സമയത്ത് പാതിരക്ക് പറ്റില്ല. ഈ കൊച്ചിനെ വേണ്ടി ഞാനിങ്ങനെ വാതിൽ തുറന്ന് നോക്കണം, അത് സഹിച്ച് ഇടിക്കിടക്കും. അത് ഇപ്പോൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു മറയം വെച്ചിട്ടുണ്ട് ജനാലിൻ്റെ മുമ്പിൽ. ജനാലക്കാണെങ്കിൽ കഥകില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ പേടിച്ച് കഴിയണേ ഇവിടെ. എന്നാലും ആയുസ് നീട്ടി എത്ര ദിവസം കിട്ടും അത്രയും ദിവസം ലാഭം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആരും ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആരോട് പരാതിപ്പെടാൻ? നിരവധി തവണ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടെങ്കിലും കാര്യമുണ്ടായില്ല. പാവങ്ങളെ ആര് തിരിഞ്ഞു നോക്കാൻ? അവളെ ആര് കൊണ്ടുപോയി വളർത്തിയാലും എനിക്ക് കുഴപ്പമില്ല. അവൾ സുരക്ഷിതമായിട്ട് നിന്നാൽ മതി. പക്ഷെ അതിനെ പറ്റി ആൾ കിട്ടണ്ടേ. അതുപോലെ അവളുടെ ആയുസും കളിയും ചിരിയും കണ്ടാണ് എൻ്റെ ആയുസ് നീട്ടിക്കൊണ്ടുപോകണതേ. അപ്പോൾ അത് എത്ര നാൾ കിട്ടുമെന്ന് എനിക്കും അറിയില്ല. എൻ്റെ കാലശേഷമാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാവും. അവൾക്ക് ഇപ്പോൾ താല്പര്യമാണോ അല്ലേ? വേണ്ട, അവൾക്ക് താല്പര്യമാണ്. പോകില്ലേ സ്കൂളിൽ? മൂത്തോക്കി പറയും. പഠിക്കാൻ പോവുക? പോവും. ഇല്ല ഇല്ലേ? പോകാം, ഇത്രേ പറയുള്ളൂ, എത്തണില്ല. അപ്പോൾ ഞാൻ ചെയ്തത് അനുഭവിച്ച് തീർക്കാൻ ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വെറുപ്പ് തോന്നണില്ല. എങ്ങനെയും എന്നെ ഏൽപ്പിച്ച ഭാരം, ഭൂമിയിൽ ഏൽപ്പിച്ച ഭാരം ചെയ്ത് തീർക്കണം, അത്രേ ഉള്ളൂ. എന്തെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും അതെല്ലാം ഇവിടെ തന്നെ തീർത്തിട്ട് പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ സഹായിക്കണവരോട് പറയും, എന്നെ സഹായിക്കണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇത്രയും പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ തിരിച്ചറിവില്ലാത്ത ഒരു മകളെയും കൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിലകപ്പെടാതെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു പിതാവിൻ്റെ അവസ്ഥ നമുക്ക് അപമാനകരമാണ്. കൊച്ചി എഴുന്നേറ്റിരിക്കുമ്പോൾ അവളുടെ ഒപ്പം നേരം വിളിക്കണേ കുത്തിയിരിക്കല പണി. ചോദിക്കാനൊന്നും ആരുമില്ല.
കളർ കൊടുത്തിട്ടുന്ന ആളുകളായി. ആ കാശ് ഉണ്ടെങ്കിൽ മകൾക്ക് വല്ലതും മേടിച്ചു കൊടുത്തൂടെ? കാക്ക കൊടുത്താൽ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. ചപ്പും ചവറ് വല്ലതും പാര, ആരും ഒന്നും പറയില്ല. എന്താ ചവറ് വാരാൻ കുമ്പിട്ട് കഴിഞ്ഞാൽ ആ കോർപ്പറേഷൻകാരനാണെന്ന് ചോദിച്ചാൽ അവർ വിട്ടളയും. പുസ്തകക്കെട്ടായിട്ട് പോകണമെങ്കിൽ പോസ്റ്റ് വാനാണെന്നുണ്ട് വിട്ടളയും. എന്ത് തൊഴിലെടുക്കണേലും കാക്കി കുപ്പായ ഒരു ഉപകാരവും. അവിടെ ജീവിക്കാൻ വേണ്ടി മാത്രം ഈ കാക്കി ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് കളർ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ആയുസിനാണ് എനിക്ക് താല്പര്യം. ഒരു മനുഷ്യൻ്റെ ആയുസ് എത്ര നീട്ടിയെടുക്കാൻ പറ്റുമോ അത്ര നീട്ടിയെടുക്കണം. അതിന് കാക്കി കുപ്പായത്തിനെ കൊണ്ടേ പറ്റുള്ളൂ. ഇപ്പം മകൾക്ക് വേണ്ടി ജീവിക്കണം. ഇതെവിടം വരെ എത്തിക്കാൻ പറ്റുമോ അവിടം വരെ എത്തിക്കണം. അത്രേ ഉള്ളൂ. മോഹങ്ങളില്ലാത്ത ജീവിതം, ഒരു മോഹമില്ല. എന്തോ ഞാൻ വന്ന എന്തിനാ വന്ന? ആരാണ് ഇവർക്കൊരു തുണയാവുക? ആരാണ് ഇവർക്ക് ഒരു തണലേകുക? ഇവരെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു MLA-യോ MP-യോ ജനപ്രതിനിധികളോ സാമൂഹ്യ പ്രവർത്തകരോ ആരുമില്ല. വനിതാ സംരക്ഷണത്തിന്റെ വീരവക്താക്കളുമില്ല. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, ഹൃദയമുള്ളവർ തൊട്ടറിയട്ടെ. ജീവിതത്തിന്റെ നിർഭാഗ്യങ്ങൾക്ക് നടുവിലാണ് ഇവർ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത്. ലോകത്തിന്റെ കഴുകൻ കണ്ണുകളിൽ നിന്ന് മകളെ കാത്തുവയ്ക്കുന്ന അച്ഛൻ്റെ കരുതൽ. ഈ കരുതലിനപ്പുറം തനിക്ക് ശേഷം ആരാണ് ഇവർക്ക് കാവലുണ്ടാവുക എന്ന് ഈ അച്ഛൻ സങ്കടപ്പെടുന്നു. ഈ സങ്കടത്തിന് ആരാണ് സാന്ത്വനമാവുക? ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത ഈ അച്ഛനും മകളും ആരുടെയെങ്കിലും കാഴ്ചയിൽപ്പെട്ടെങ്കിൽ എന്ന് കാഴ്ചപ്പതിപ്പ് ആശിക്കുന്നു. കാഴ്ചപ്പതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം കാഴ്ചപ്പതിപ്പ് ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID കാഴ്ചപ്പതിപ്പ്@jivan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.